അതാണ് ഗ്യാസ് മാറ്റാൻ അറിയില്ല, ഞങ്ങളാണ് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, കരയണം കേട്ടാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളന്ന് വെക്കാൻ പോണത് നെയ്ച്ചോറും ചിക്കനുമാണ്. ചിക്കൻ എന്ന് പറഞ്ഞാൽ വെറും ചിക്കൻ അല്ല കേട്ടോ, നമ്മൾ ഷാദിവാല ചിക്കൻ, കല്യാണത്തിനൊക്കെ വയ്ക്കുന്ന ചിക്കനാണ്. നല്ല റെഡ് കളറിൽ അടിപൊളിയായിരിക്കും. വീഡിയോ ലാസ്റ്റ് വരെ കാണാം. നമ്മുടെ എല്ലാവരൊക്കെ ഉണ്ട് ഗൈസ്. ആദ്യം അച്ചു ഇനിയുണ്ട് ഒരു 10 പേർക്കുള്ള ഡിഷാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടാ, നമ്മൾ കടയിലൊക്കെ പോവാണ്. ഗൈസ് നമ്മൾ പർച്ചേസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൈര് നാരങ്ങ ഉള്ളി നല്ല നോക്കി പെറുക്കിയിട്ട്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ വീടെത്തിട്ടാ. വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പൊ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതില് മസാല ഒക്കെയാണ് അടുത്തത് സെറ്റാക്കാൻ പോണു. അപ്പൊ ചിക്കൻ കട്ടിംഗ് ആണ് ഗൈസ്. ഇതിപ്പോ നമ്മൾ എന്തിനാ അതുപോലെ വരയണെന്ന് പറഞ്ഞാൽ മസാല കൂടുതൽ പിടിക്കാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ ഉള്ളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഗൈസ്. അതൊന്നും കുഴപ്പമില്ല, കരയണം കേട്ടാ. ആദ്യമായിട്ട് അവൻ കരയാണ്. അടുക്കളയിൽ വരെ പോവാത്തവനാണത്. നമ്മള് പിന്നെ ഇതൊരു ഷെഫാണ് ഗൈസ്, ജിനു ഷെഫ്. അറിയാം ഷെഫാണെന്ന്, താളപ്പെടുത്തിട്ട് അരിയാണ്. ഒന്നും കൂടി ഒന്ന് കഴുകാനാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത പീസ് ആയതുകൊണ്ട് കടയും കട്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം ഇപ്പൊ സെറ്റ് ആവും. ഷെഫാണ് ഗൈസ്, അടുത്ത ഷെഫാണ്. ഷെഫിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നു. ഉപ്പിട് വേണം കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ അളവിന് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഞങ്ങൾ പാത്രം കൗത്തിയിട്ടാണ് ഇത്ര നേരം കട്ട് ചെയ്തത്. മഞ്ഞപ്പൊടി ഗൈസ്, ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഗൈസ്. ഞാൻ തമിഴ് പറഞ്ഞുള്ളൂ. മസാല, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് ഗൈസ്. അത് കുറച്ച് റെഡിഷ് കൂടെ. ഇത് ഗ്രേവി മസാലയാണ് ഗൈസ്. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ലൈറ്റ് ആയിട്ട് ബ്ലാക്ക് പെപ്പർ. ഇതാണ് ഗൈസ്, കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഇട്ടാലും അതിന്റെ ഭയങ്കര ഇതാവും. നമ്മൾ നോക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലാം മിക്സ് ആക്കുക ഗൈസ്. വേറെ പിന്നെ തൈരും നാരങ്ങയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ആഡ് ചെയ്യുമ്പോൾ കാണിക്കാം ഗൈസ്. ഗൈസ് കുറച്ച് തൈര് നമ്മൾ മിക്സ് ചെയ്യണം. ലെമൺ ഗൈസ്. മിക്സ് കുരുവുണ്ടോ നോക്കിയത് കട്ടി ഗൈസ്. എല്ലാം കൂടി മിക്സ് ചെയ്യണം. അപ്പൊ തൈരും നാരങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. നാരങ്ങ ചേർത്താൻ പോകും, ഇല്ലെങ്കിൽ ഒരുപാട് ഉപ്പാകും. അപ്പൊ എല്ലാം റെഡിയായി ഗൈസ്. അപ്പൊ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 15-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ പോകണം. മാക്സിമം ഒരു അരമണിക്കൂറായാലും ഒരു കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, മെയിൻ പരിപാടി വിട്ടുപോയി ഗൈസ്. അരി കഴുകാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ അടുത്ത പരിപാടി നെയ്ച്ചോറുള്ള പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ളത് 2.5 കിലോ അരിയാണ് ഗൈസ്. അതായത് 10 പേര്. അത്ര ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ കുറച്ച് ആവശ്യമാണ് ഗൈസ്. അടുത്ത പരിപാടി, അടുത്ത മെയിൻ പരിപാടി അരി കഴുകി. അപ്പൊ 8 ഗ്ലാസ് അതൊക്കെ ഓണാക്കി നോക്കി. ഇത് വെക്കും ഞാൻ. അതൊന്നും അഴിച്ചേക്കണ ഇത് വെക്കാം, അത് വെക്കാം.
അടുപ്പ് അവിടെ വെക്കേണ്ടത് തീരുമാനിക്കരുത് ഗൈസ്. അതാണ് ഗൈസ്, ഗ്യാസ് മാറ്റാൻ അറിയില്ല, ഞങ്ങളാണ് കുക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. നടക്കോ? Come on. Yes. Success. ഗൈസ്. അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ. വീടിന്റെ ബാക്കിലാണ് നമ്മൾ അതിന്റെ അകത്ത് കൊണ്ട് വെക്കേണ്ട ആളില്ലാത്ത പോലെ. പതുക്കെ പതുക്കെ തീപ്പെട്ടി മതി തോന്നുന്നു. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ നെയ്ച്ചോറിനുള്ളതെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ സവാളയൊക്കെ ഒന്ന് ചോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. തിളച്ചു മറിയുകയാണ്. എടുത്തിട്ട് അത് ഇട്ടാൽ മതി. നല്ല കരികരി പോച്ചാ പോച്ചാ. ഉള്ളി ഇത് വറുത്തിട്ട് വരിക. നമ്മൾ നന്നായി നന്നായി ചോപ്പിക്കണം. അതുവരെ ഒന്ന് കുക്കാവാനുണ്ട് ഗൈസ്. ഉള്ളി ആദ്യം പൊടിപ്പൊടിയായിട്ടുള്ളത് നമ്മളപ്പോൾ ഈ ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് നൈസായിട്ട് അരിയണം കേട്ടോ. പിന്നെ അതിന്റെ ഒന്ന് റെഡിഷ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. കുറച്ച് വലുതും ചെറുതൊക്കെ ഉണ്ട്. അത് ഞങ്ങളുടെ ചെറിയ ഒരു ഇതൊക്കെയാണ്. എന്നാലും ഞങ്ങൾ ഫുഡ് സൂപ്പർ ആയിരിക്കണ്ട ഗൈസ്. ബ്രൗൺ ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമ്മൾക്കുപോലെ അങ്ങനെ കുക്കാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഒരേ മെയിൻ പരിപാടിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ നമ്മുടെ എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത നെയ്ച്ചോറിന്റെ അപ്പൊ നെയ്യ് ഒഴിച്ച് ഗൈസ്. ഒഴിക്കണ്ട ഗൈസ്. ലാസ്റ്റ് അടിയിൽ കുറച്ച് ഒഴിച്ചു മതി മതി വേണ്ട. കമ്മി വെക്കത്. ഇതെന്താ സാധനം? അത് വേണ്ടതാ, നന്നായിട്ടുണ്ടായിരുന്നു. ഇതെന്താ സാധനം? എന്തൊക്കെയാ ഇലയൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. വെറൈറ്റി വെറൈറ്റി ഇല. മാവിന്റെ ഇല, മാവിന്റെ തോല്. ഇതെന്താ സാധനം? നെയ്യ് കുറച്ച് പെരിഞ്ചീരകം. ഇത് നമുക്ക് പാക്കറ്റ് ആയിട്ട് കിട്ടും വാങ്ങ കടയിൽ അല്ലേ? ഇത് നോക്കിയിട്ട് ആരും വെക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അസിസ്റ്റന്റ് വന്നിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് വലിയ പാത്രമാണ്. അതുകൊണ്ടാണ്. പച്ചമുളക് ഇട്. അടുത്തത് പച്ചമുളക്. കാണാം. അപ്പൊ വെള്ളത്തിന്റെ അളവ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കണം, ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചിട്ടാ വെള്ളം ഉണ്ടാകും ഗൈസ്. ഉപ്പിടാൻ പോവാണ് ഗൈസ്. എല്ലാം കുക്കായിരുന്നു. ഇനി റൈസ് ഇടുകയാണ്. പതുക്കെ പതുക്കി പതുക്കി പോവാണ്. ഇപ്പൊ ബിരിയാണി ഇറക്കിയിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പെട്ടെന്ന് ഓഫ് ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ കൂടി കാണിക്കുക. ഹൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതെന്താ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈ ഗൈസ്. അപ്പോൾ നമ്മുടെ പീസുകളെല്ലാം കഴിയാറായിട്ടാണ്. നമ്മളൊക്കെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രൈ ചെയ്യുന്ന ആള് രാജിനോ ഒസം. ഇല്ല അവൻ വെറുതെ ഇരിക്കാണ് ഗൈസ്. ഇത്ര നേരമായിട്ട് ഒരു പണിയും ചെയ്യാതെ നമ്മുടെ അച്ഛനും വെറുതെ ഇരിക്കാണ്. അപ്പൊ നമ്മൾ ഇനി കറി, ചിക്കൻ കറി വെക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീല് കേട്ടോ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ ഉള്ളിട്ട് കൊണ്ടിരിക്കട്ടെ. നമ്മുടെ വിജിൽ മച്ചാനാണ്. വിജിൽ മച്ചാൻ ഇട്ടോ. നമ്മൾ ഉള്ളിട്ട് അപ്പൊ പച്ചമുളകും ഇടുന്നുണ്ട്. ഹാ ഗൈസ്, നമ്മുടെ ഒരു ചങ്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ ഗൈസ്. ഞാൻ ഹായ് പറഞ്ഞ. ഓക്കെ തക്കാളി ഇട്ട് വണക്കിക്കൊണ്ടിരിക്കുകയാണ് കൈ. വിജിലാണ് കേട്ടോ കുക്കിങ്. വയറിളകി അതിന് കാരണക്കാരൻ വിജിലായിരിക്കും. എന്തെടുക്ക് കെട്ടുന്നു കെട്ടുന്നു. അത് നോക്കില്ല കട്ട് കേട്ടു. അപ്പൊ നമ്മള് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് അടുത്തത് ഒഴിക്കുമ്പോഴേ ഇത്തിരി ഉപ്പ് കലക്കി ഒഴിക്കില്ല.
അപ്പൊ ഗൈസ് നമ്മള് ലാസ്റ്റ് ആയിട്ട് സോസ് ഒഴിക്കാൻ പോകണം കേട്ടോ. ഇത്തിരി സോസ് വെക്കാം കേട്ടോ, ബാക്കിയാണ് നമ്മള്. ഓക്കെ ഗൈസ് ഇപ്പൊ എല്ലാം റെഡി ആയിരിക്കാണ് ഗൈസ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ നമ്മുടെ ഷെഫിനാണ് കഴിച്ചത്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഒരാൾ കഴിക്കാൻ തുടങ്ങി. ഗൈസ് പ്രസാദ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ആളവിടെ ഇരിക്കണം. എല്ലാം ഉണ്ട്. ഗൈസ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞോട്ടാ. കുറച്ച് പേര് കഴിക്കാനുണ്ട്. നമ്മുടെ വിജിൽ മച്ചാനുണ്ട്, പ്രസാദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ ഫുഡായില്ലേ? വേറെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ് എങ്ങനെയുണ്ട് അച്ചു? അടിപൊളി ഫുഡ്. നമുക്ക് കഴിക്കുന്നവരുടെ അടുത്തും കൂടി അഭിപ്രായം ചോദിക്കാം. പ്രസാദ് ഫുഡ് എങ്ങനെയുണ്ടോ? ഓക്കെ അല്ലേ? അടിപൊളി ഫുഡ്. അത് വേണ്ടായിരുന്നു ഗൈസ്. ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരാൾ ഫ്ലാറ്റ് ആയി ഗൈസ്. നല്ല ഉറക്കത്തിലാണ് നമ്മുടെ വീട്ടിൽ മച്ചാൻ. നല്ല വലിയുണ്ട്, അതിൻ്റെ ശബ്ദം കേൾക്കില്ല, നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.